അതെന്തോ കാണുന്നേ? ടോമൻ ചെറി ഉണ്ടാ? ടോമൻ ചെറി ഉണ്ടാ? ടോമൻ ചെറി കാണാം. ചമ്മന്തി അരയ്ക്കാൻ പോവാം. ആ എന്തായാലും അത് വെങ്കായം നമ്മുടെ സവാള അരച്ച് സവാള കൊഴുകൊഴാന്നങ്ങ് അരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് ഏത് പച്ചമുളക് മറ്റേതാ നല്ലത്, ചുവന്ന മുളക് പൊടി അരച്ച് കടുക് അത് കുറവെന്ന് അരച്ച് ഉപ്പ് അതിൻ്റെ കാര്യമൊക്കെ ചെയ്തിട്ട് കടുക് വറക്കണം. കടുക് വറുത്ത് എന്തൊരു രുചിയെന്നറിയുക ആന്ധ്രാക്കാരുടെ. അത് ഞങ്ങൾ ഉണ്ടാക്കാം. ദോശ മേടിച്ചിട്ട് അത് 10 മിനിറ്റ് സവാള അരിഞ്ഞ നമ്മുടെ മിക്സിയിലിട്ടങ്ങ് അടിക്കും. ഉപ്പും തേങ്ങയും ഇട്ടടിച്ച് അന്ന് ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര എരിവാണ്. എരിവില്ലെങ്കിൽ അതിന് രുചിയില്ല ആ ചമ്മന്തിക്ക്. അത് പകുതി ചോറ് പകുതി അരിയുടെ പകുതി ഉഴുന്ന്, അതിൻ്റെ പകുതി ചോറ്. ഒരളവ് അരി, അതിൻ്റെ അതേ അളവ് ഉഴുന്നു, അതിൻ്റെ 2ൻ്റെ അളവിൽ ചോറിട്ട് അടിക്കുക. 1/4 കിലോ അരി 1/4 കിലോ ഉഴുന്ന് 1/2 കിലോ ചോറ്, ഇത് രണ്ടും 1/4 കിലോ അരി 1/2 കിലോ ചോറും. കെട്ടുപോയത് ചോറൊന്നും അല്ല, നല്ല ചോറ്. എങ്ങനെ ഇരിക്കുമെന്നറിയോ ആ ഇഡ്ഡലി? ഇത് നമ്മളെ എന്തുവാ ഓയിൽ അതിനകത്ത് കയറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് ഇത്ര മിനിറ്റ് എന്ന് അതിൽ ഇത് ചെയ്യുമോ, ചെയ്ത് ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ അത് വെന്തു എടുക്കുക, അടുത്തത് കയറ്റുക. എത്ര പേര് വന്നാലും നമ്മുടെ ശരവണ ഭവൻ ഹോട്ടലൊക്കെ കണ്ടില്ലേ? ശരവണ ഭവൻ ലോകം മൊത്തം ഉണ്ട് ശരവണ ഭവൻ. അവിടെ മീൻ ഇറച്ചി ഒന്നുമില്ല, ഒരു സാധനവും. ഈ പച്ച പായസം വെക്കണമെങ്കിൽ അവർ ഇന്ന വിറക് വെച്ച് പായസം ഇന്ന ഉരുളി ഓട്ടുരുളിയും ഇലേ വെക്കാവൂ എങ്കിൽ അതിലേ ചെയ്യൂ. അവിയൽ വെക്കണമെങ്കിൽ ഇന്ന വിറക് വെച്ച് കത്തിച്ച്, അല്ലാതെ ഈ ഗ്യാസ് ഒന്നുമല്ല അവരുടെ ഗുണം. അത് കഴിച്ചാൽ മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പം എന്താ കോഴിയെ നിർത്തി പൊരിച്ച ഒന്നുമില്ല അവരുടെ. അവരുടെ കടയിലൊരു ദിവസം കയറിയാൽ പിന്നെ എവിടെ കണ്ടാലും അതൊരു പ്രത്യേക രുചി തന്നെ. കല്ലേല അരയ്ക്കേണ്ടത് കല്ലേ തന്നെ അരയ്ക്കും, മിക്സിയിൽ അരയ്ക്കത്തില്ല. മാവൊക്കെ മിക്സിയിൽ അരച്ചാൽ അത് വെന്ത് പോകത്തില്ല, അതിൻ്റെ ഗുണമേ പോയി. കല്ലേൽ അരച്ചാൽ വെളിച്ചെണ്ണയോ മില്ല് ആട്ടി കൊണ്ടുവന്നാൽ അത് വെന്ത് പോയി. അതേസമയം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചക്കിൽ ആട്ടുമായിരുന്നു, അത് ചൂടാകത്തില്ല എണ്ണ. ഇത് മില്ലിലിപ്പോൾ അരയ്ക്കുന്നത് ആ എണ്ണ ചൂടായാൽ പോയി, അതിൻ്റെ ഗുണമോ പോയി. ഇപ്പോൾ പ്രചാരമെന്ന് പറഞ്ഞാൽ എന്തുവാ, ചക്കിലാട്ടി എണ്ണയെന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. തടി മെഷീനകത്ത് തടിയുണ്ട്, അതിനകത്ത് അത് എണ്ണ ചൂടാകത്തില്ല. എണ്ണ ചൂടായാൽ പോയി, അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ പാക്കറ്റ് കിട്ടുന്നു. അപ്പം നമുക്ക് പുട്ട് കഴിക്കാം, ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. ഉപ്പുമാവ്
നെയ്യിൽ ഉണ്ടാക്കണം, വെളിച്ചെണ്ണയിലല്ല, നെയ്യിൽ ഉപ്പ് ഉണ്ടാവും. ഇപ്പോൾ 50 മില്ലി നെയ്യ് കൂടുതലൊന്നും വേണ്ട. ഇത്രയും നിങ്ങൾ 4-5 പേരില്ലേ, 1 കിലോ റവ ഉണ്ടാക്കാൻ. പച്ച റവയാണെങ്കിൽ നമ്മൾ വറക്കണം, വറുത്ത റവയൊക്കെ കിട്ടുമല്ലോ. അതിനെന്തോ 50 മില്ലി നെയ്യ് മതി. അതിൽ എല്ലാം ഇട്ട് വറക്കണം. ഈ പൊട്ടുകടല ഇത് അതിനകത്ത് വറക്കണം നെയ്യിൽ. പൊട്ടുകടല, മുളക്, ഇതൊക്കെ ഇട്ട് വറുത്ത് അത് പരിസരത്ത് ഇരിക്കുന്നവർക്കറിയാം, ഇന്നിടത്ത് എവിടോ സംഭവം ഉണ്ടെന്ന് അറിയാവുന്നവർക്ക്. നല്ല രുചിയത് നെയ്യിലുണ്ടാക്കണം. സാധാരണ നമ്മളെന്ത് വെള്ളം അങ്ങോട്ട് ഇതൊക്കെ ഒഴിച്ച് 4 കിണ്ടി. ഏത് കഴിച്ചിട്ടില്ലേ? ഒരു ഇറച്ചിയും കഴിക്കാതിരുന്നിട്ടില്ല. സാറ് കിട്ടിയതല്ല കഴിച്ചിട്ടില്ലേ? ആ ആ 60 40 അത് പണ്ടൊക്കെ ഉണ്ടാക്കി. ഇപ്പം 60, മിനിമം 60 രൂപ. ഇപ്പം അത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇപ്പം ചെയ്യുന്ന പരിപാടിയാകുമ്പോൾ എന്താ പറയുക, നമ്മുടെ ചീനി ഉരുളക്കിഴങ്ങിന് പകരം ചീനിയ കിഴങ്ങേറിയെന്ന് പറഞ്ഞ് തരുന്നതായിരുന്നു മസാല. ഉരുളക്കിഴങ്ങ് തന്നെ വേണം അത്, എന്നാലേ അതിൻ്റെ രുചിയുള്ളൂ. ഇപ്പം ചെയ്യുന്ന സർവ്വ പരിപാടി ഇത് കുത്തി ഉടച്ചേക്കുമല്ലയോ, ആരും അറിയത്തില്ലല്ലോ, കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ, മുഴുവനായിട്ടേക്കും അല്ലല്ലോ, കുത്തി ഉടച്ച്. അത് ഉരുളക്കിഴങ്ങായിരിക്കണം. ഉരുളക്കിഴങ്ങ് അറിയാം, കഴിക്കുമ്പോൾ അറിയാം. ഇപ്പം ചെയ്യുന്ന പരിപാടി ഉരുളക്കിഴങ്ങ് 80 കണ്ട രൂപയുണ്ട്, ഇത് 30 രൂപ കണ്ടല്ലോ. അതുപോലെ നമ്മൾ പണ്ട് ഇറച്ചി, അത് ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനതിന് എനിക്ക് എങ്ങനെ ചീനിയും ഇറച്ചിയും എല്ലാം അവിടെ ഒന്നിച്ചിട്ട് ഇറച്ചി വേവിച്ചിട്ട് ചീനി ബിരിയാണി അല്ല എന്നാ അത് വേറെ. ഇത് കൊള്ളി പൊട്ടി ഇറച്ചി, അതുപോലെ മീനും ഇത് രണ്ടും കൂടെ കൂട്ടി കുഴച്ച് നല്ല രസമുണ്ട്. അത് എല്ലും കപ്പയെന്നൊക്കെ ഓരോരുത്തർ പലയിടത്തും പല. അപ്പോൾ തേങ്ങ വരുമ്പണ്ടാന്ന് പറഞ്ഞു എന്നോട്. ചെയ്യുന്നുണ്ട്. എന്തായി? ഇപ്പം തരാം. ഊട്ട് റെഡിയായി ഇല്ലേ? ഊട്ട് നേരത്തെ റെഡി ആയിട്ടിരിക്കുക. ചമ്മന്തി ഞാൻ പറഞ്ഞ മനസ്സിലായി എങ്ങനെയാണ്? ഇച്ചിരി പുളി. പച്ചമുളക് ഇടുന്നതിന് മുമ്പ് ഇച്ചിരി എടുത്ത് മാറ്റണം. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അപ്പോൾ മുളക് ഇടണ്ട. ഇടാം, നല്ലതാ. ചില ഇഞ്ചിയൊക്കെ ഇടും, ഇഞ്ചി ഇടണ്ട, ഭയങ്കര കുത്താണ് ഇഞ്ചി കഴിക്കാൻ പറ്റത്തില്ല. വായിൽ തൊടാൻ പറ്റുമോ ഇഞ്ചി? പറ്റുമോ? ചമ്മന്തിപ്പൊടി എനിക്ക് അത് നല്ലൊരു കുഴപ്പമില്ല. കഴിക്കുമോ? അത് ശരി, അതൊക്കെ കഴിച്ചിട്ടാണോ ഇപ്പോൾ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്? അതിപ്പോൾ എരിവില്ലെങ്കിൽ ഉപ്പ് വേണം. ഉപ്പില്ലെങ്കിൽ പിന്നെ ചില ഉപ്പിടണം കേട്ടോ. ഞാൻ വേണേ ചെയ്തു തരാം അത്. എന്നാൽ ശരി. ശരി. എൻ്റെ അമ്മച്ചി കടയിലുള്ള പുറത്തൊന്നും പോകാറില്ലേ?
ഇങ്ങോട്ടും പോയി. ഞാൻ പറഞ്ഞില്ല വന്നാൽ ഉടനെ ഇതെടുക്കുക. ഫോൺ എടുക്കുക.